എന്താ വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറക്കൊക്കെ വിവാഹം വേണോ വേണ്ടെന്നുള്ള സംശയത്തിലാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനുമായി നടത്തുന്ന ഒരു എഗ്രിമെൻ്റാണ്. അഹദിന മീൻകും മീസാക്കൻ ഖലീദാണ്. തൻ്റെ ജീവിതം അയാളിൽ സമർപ്പിക്കുമ്പോൾ അയാളുമായി ഒരു കരാറിൽ ഏർപ്പെടണം. ആ കരാർ ആരാണ്? ആ പെൺകുട്ടി സ്വന്തം തീരുമാനിക്കുക. അതൊക്കെ തീരുമാനിച്ചിറങ്ങിപ്പോയതാണ്. എനിക്ക് ഇയാളെ പറ്റുക, ഇയാളെന്നെ അങ്ങനെ സ്നേഹിക്കുന്നു ഇങ്ങനെ സ്നേഹിക്കുന്നു ഒക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. അത്ര ധൈര്യത്തിലാണ് നമ്മുടെ പെൺകുട്ടികൾ പലരുടെ കൂടെയും ഇറങ്ങിപ്പോണത്. ആലോചിക്കണം. വാഹദിന മീൻകും മീസാക്ക് ആരെ ഏൽപ്പിച്ചു കൊടുക്കണം? ഒരു രക്ഷിതാവുണ്ട് ഒരു പെൺകുട്ടിക്ക്. ആ രക്ഷിതാവാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. ഇസ്ലാമിൻ്റെ വിവാഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് എത്ര ഉദാത്തമാണ് സുഹൃത്തുക്കളെ. പെണ്ണിന് ഒരു കരാറ് വാങ്ങിക്കൊടുക്കാണ് പുരുഷൻ്റെ അടുക്കൽ നിന്ന്. സ്ത്രീക്ക് വാങ്ങിക്കൊടുക്കുന്ന കരാറാണ് വിവാഹം. സ്ത്രീകൾ നിങ്ങൾ ഇന്നൊരു കരാറിനെ സ്വീകരിച്ചിരിക്കുന്നവർ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം. വിവാഹം വേണ്ടെന്നൊക്കെ വെല്ലുവിളി നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു ഏകദേശം ഒരു മധ്യവയസ്സായ സമയത്ത് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളോട് ചോദിച്ചാൽ മതി. ഒരു ഭർത്തൃ ജീവിതത്തിൻ്റെയും വിവാഹ ജീവിതത്തിൻ്റെയും ആ മഹത്വം. മനുഷ്യന് അങ്ങനെ പറ്റുള്ളൂ. ആശ്രയത്വമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. മനസ്സിലേ? ജനിച്ചു വീണാൽ തനിക്ക് കുടിക്കാനുള്ള മുലപ്പാൽ എവിടെയെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലേ പാല് കുടിക്കുള്ളൂ. ലോകത്തൊരു ജീവിയും അങ്ങനെയല്ല. ഈ മനുഷ്യന് ആശ്രയത്വമില്ലാതെ ജീവിക്കാനേ പറ്റൂല. ഒരു പുരുഷനെ ആശ്രയിക്കാതെ ഒരു സ്ത്രീക്കും, സ്ത്രീയെ ആശ്രയിക്കാതെ ഒരു പുരുഷനും ജീവിതം അസാധ്യമാണ്, പ്രയാസകരമാണ്. ജീവിച്ച് മുന്നോട്ട് പോകില്ല എന്നല്ല. അപ്പൊ അത്രയും ഉദാത്തമായൊരു വിവാഹം, ഇസ്ലാമിൻ്റെ വിവാഹത്തിൻ്റെ കാഴ്ചപ്പാടും അതിൻ്റെ നിയമങ്ങളും നിത്യപ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളെ.